ക്ലാസ്സിൽ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് കണ്ടു അല്ലേ. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് ആണെന്ന് പറയാം. ഇലക്ട്രോണെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന 4 പ്രധാനപ്പെട്ട നമ്പേഴ്സാണ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പം തന്നെ നമ്മൾ പഠിച്ച ഒരു കൺസെപ്റ്റാണ് ഓർബിറ്റൽസ് അല്ലേ. എന്തായിരുന്നു ഓർബിറ്റൽസ് എന്ന് ഓർമ്മയില്ലേ? ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് വേർ ദർ ഈസ് മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലത്തെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ വിവിധ തരം ഓർബിറ്റലുകളെ പരിചയപ്പെടുകയാണ്. ആദ്യം തന്നെ നമുക്ക് എസ് ഓർബിറ്റലിനെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എസ് ഓർബിറ്റൽ ആകെ കൂടി ഒരു ടൈപ്പ് എസ് ഓർബിറ്റലേ ഉള്ളൂ അല്ലേ. L=0 എന്ന് വരുമ്പോൾ M=0 എന്ന വാല്യൂ ആണ് വരുന്നത്. ആകെ ഒരു ടൈപ്പ് എസ് ഓർബിറ്റലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എസ് ഓർബിറ്റൽ ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ എസ് ഓർബിറ്റൽസിനും ഒരേ ഷേപ്പാണ്. അതായത് എല്ലാ എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ 1s ആണെങ്കിലും 2s ആണെങ്കിലും 3s ആണെങ്കിലും 4s ആണെങ്കിലും ഒക്കെ എല്ലാം സ്ഫെറിക്കലി സിമെട്രിക്കലാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് എസ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പ്. ഇതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് 1s ഓർബിറ്റൽ, സെക്കൻഡ് വൺ 2s ഓർബിറ്റൽ, ഈ മൂന്നാമത്തത് കാണിച്ചിരിക്കുന്നത് 3s ഓർബിറ്റൽ. ഇതിലൊക്കെ വ്യത്യാസം എന്തുമാത്രമാണ്? 1s 2s 3s എന്നൊക്കെ വരുമ്പോൾ അവരുടെ ആ സൈസിൽ വരുന്ന വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ബാക്കി അവർ ഷേപ്പ് നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും സ്ഫെറിക്കൽ ഷേപ്പാണ് എസ് ഓർബിറ്റൽസിനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പി ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. There are 3 types of p orbitals അല്ലേ. നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു പി ഓർബിറ്റലിൻ്റെ എൽ വാല്യൂ എന്തായിരുന്നു? 1 ആണ് അല്ലേ. L=1 വരുമ്പോൾ എമ്മിൻ്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയായിരുന്നു? -1, 0, +1. ദാറ്റ് മീൻസ് ദർ ആർ 3 types of p orbitals. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. 3 ടൈപ്പ് പി ഓർബിറ്റൽസിൻ്റെ പേര് നന്നായിട്ട് പഠിക്കുക. px, py, pz. അതാണ് 3 ടൈപ്പ് പി ഓർബിറ്റൽസ്. px, py, pz. നമുക്ക് അവരുടെ ഷേപ്പ് എങ്ങനെയുണ്ട് നോക്കാം. ഈ പി ഓർബിറ്റൽസിൻ്റെ ഈ ഷേപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡംബെൽ ഷേപ്പ്. ഡംബ് ബെൽ ഷേപ്പ്. ഇത് നോക്കൂ, 2 ലോബ്സ് ഉണ്ട് കേട്ടോ. 2 സൈഡിലും 2 ലോബ്സ്, 2 ബൾബ് പോലെ ഉള്ള ഷേപ്പാണുള്ളത്. പി എക്സ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലേക്ക് ഓറിയൻറ്റ് ചെയ്തിട്ടാണ് ഈ ലോബ്സ് നിൽക്കുന്നത്. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, എക്സ് ആക്സിസിലേക്ക് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള 2 ലോബുകളാണ്. പി വൈ എന്ന് പറയുമ്പോൾ വൈ ആക്സിസിലേക്ക് ഓറിയൻറ്റ് ചെയ്ത് നിൽക്കുന്നു. പി സെഡ് ഓർബിറ്റിലാണെങ്കിൽ സെഡ് ആക്സിസിലേക്കാണ്. ഇത് സെഡ് ആക്സിസ് ആണ്, ഇതിലേക്ക് ഓറിയൻറ്റ് ചെയ്തിട്ടാണ് ആ ഡംബൽ ഷേപ്പ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് പി ഓർബിറ്റൽസിൻ്റെ ഷേപ്പ്. ഈ ഷേപ്പ് വരയ്ക്കാനും പഠിക്കണം, ഒപ്പം തന്നെ ഇതിൻ്റെ പേരും പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എങ്ങനെ വരയ്ക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് നോക്കുക. ആദ്യം നമ്മൾ എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു, സെഡ് ആക്സിസ് വരച്ചു, എന്നിട്ട് അതിൽ പി ഓർബിറ്റൽ വരച്ചു അല്ലേ. ഒരു 8ൻ്റെ ഷേപ്പിൽ ഇങ്ങനെ എക്സ് ആക്സിസിലൂടെ വരച്ചപ്പോൾ അത് പി എക്സ് ഓർബിറ്റലാണ്. പി വൈ ആവണമെങ്കിൽ നമ്മൾ എന്താ വ്യത്യാസം വരുത്തേണ്ടത്? എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും ഒക്കെ നേരത്തെ പോലെ വരയ്ക്കുക. എന്നിട്ട് വൈ ആക്സിസിലൂടെയാണ് നമ്മൾ ആ ഡംബൽ ഷേപ്പ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതെന്തായി? പി വൈ ഓർബിറ്റലായി. പി സെഡ് ഓർബിറ്റിൽ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? സെഡ് ആക്സിസിലൂടെ വേണം നമ്മൾ ആ ഡംബൽ ഷേപ്പ് വരയ്ക്കാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 3 ഷേപ്പുകളും നമ്മൾ നന്നായിട്ട് വരയ്ക്കാനും അതേപോലെ പേരും പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്കിന്ന് ഇനി അടുത്ത ഓർബിറ്റൽസിലേക്ക് കിടക്കാം. ഡി ഓർബിറ്റൽസ്. ദർ ആർ 5 types ഓഫ് ഡി ഓർബിറ്റൽസ്. L=2 ആവുമ്പോഴാണ് നമ്മൾ ഡി സബ്ഷെല്ലാണെന്ന് പറഞ്ഞത്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടു, -2 മുതൽ +2 വരെയാണ്. അതായത് 5 ഓർബിറ്റൽസ് പോസിബിൾ ആണ്. അവരുടെ പേരൊന്ന് പഠിക്കണം. dxy, dxz, dyz, പിന്നെ dx² - y² ആൻഡ് dz². അപ്പോൾ ഏതൊക്കെയാണ് 5 ഡി ഓർബിറ്റൽസിൻ്റെ പേര്? dxy, dxz, dyz, dx² - y² ആൻഡ് dz². ഈ ഡി ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് ഡബിൾ ഡംബൽ ഷേപ്പാണ്. എല്ലാവരുടെയും അല്ല, നമ്മൾ ആദ്യം പറഞ്ഞ 4 ആൾക്കാരുടെ ഷേപ്പ് ഡബിൾ ഡംബലാണ്. ഡബിൾ ഡംബൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പി ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് ഡംബെല്ലാണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനത്തെ 2 എണ്ണം വരുന്നത് അതിനെയാണ് നമ്മൾ ഡബിൾ ഡംബൽ എന്ന് പറയുന്നത്. dz² ഷേപ്പ് അല്പം വ്യത്യാസമുണ്ട്. നമുക്കപ്പോൾ അവരുടെ ഷേപ്പ് ഒന്ന് കാണാം. എങ്ങനെയാണ് 5 ഡി ഓർബിറ്റൽസിൻ്റെയും ഷേപ്പ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഷേപ്പിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഒന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മളിവിടെ ഡി ഓർബിറ്റിൽ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ആ ഒരു ഇതുപോലെ അല്ല വരയ്ക്കുന്നത്. അതായത് നമ്മൾ പഠിച്ച പ്രകാരം നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന ലൈനാണ് എക്സ് ആക്സിസ്, വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്നത് വൈ, അങ്ങനെയാണ് അല്ലേ. പക്ഷേ ഡി ഓർബിറ്റിൽ അങ്ങനെ കറക്റ്റായിട്ട് വരച്ചാൽ നമുക്ക് ആ 3 dimensional റെപ്രസെൻറ്റേഷൻ പേപ്പറിൽ വരുത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ
എക്സ് വൈ സെഡ് എന്ന് നമ്മൾ റാൻഡമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഫസ്റ്റ് ഡി എക്സ് വൈയുടെ ആ ഒരു ഓർബിറ്റലിൻ്റെ ഷേപ്പ് നോക്കൂ. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള പ്ലെയിനിലൂടെയാണ്, ആ ആക്സിസിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് വരച്ചിരിക്കുന്നത്, 2 ഡംബെല്ലുകൾ വരച്ചിരിക്കുന്നത് അല്ലേ. അടുത്ത ഡി വൈ സെറ്റ് വരച്ചപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മൾ വൈ ആക്സിസ് എവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള സൗകര്യത്തിന് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും ഒക്കെ മാറി മാറി കൊടുക്കും. അതിൽ നമ്മൾ നിർബന്ധമൊന്നും കാണിക്കേണ്ട, എക്സ് ഹൊറിസോണ്ടലായിട്ട് വേണം വൈ വെർട്ടിക്കലായിട്ട് വേണം എന്നൊന്നും ഡി ഓർബിറ്റിൽ വരയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെ നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഡി വൈ സെറ്റ് നോക്കൂ, വൈ ആക്സിസും വരച്ചിട്ടുണ്ട്, സെഡ് ആക്സിസും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെ 2 ആക്സിസിൻ്റെയും ഇടയിൽ 2 ഡംബെല്ലുകൾ വരച്ചപ്പോൾ അത് ഡി വൈ സെഡ് ആയി. സിമിലർലി ഡി എക്സ് സെഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സും ഒരു സെഡ് ആക്സിസും വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഡബിൾ ഡംബൽ ഷേപ്പ് കൊടുത്തു അല്ലേ, 2 ഡംബെല്ലുകൾ കൊടുത്തപ്പം ഡി എക്സ് സെഡ് ആയി. ഇനി മുകളിൽ 2 ഷേപ്പ് ഉണ്ടായി നോക്കൂ. അതിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൻ്റെ പ്രത്യേകത, ഇതുവരെ നമ്മൾ 3 വരച്ചത് 2 ആക്സിസിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഡംബൽ ഷേപ്പ് വരച്ചത്. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് ആ ആക്സിസിൻ്റെ മുകളിലൂടെ നമ്മൾ പി ഓർബിറ്റിൽ വരച്ച പോലെ തന്നെ ആ ആക്സിസിൻ്റെ മുകളിലൂടെ എക്സ് ആക്സിസിൻ്റെ മുകളിലൂടെയും ഒരു ഡംബൽ വരച്ചു, വൈ ആക്സിസിൻ്റെ അതിലൂടെയും ഒരു ഡംബൽ വരച്ചു. അതാണ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് ലാസ്റ്റ് ഡി സെഡ് സ്ക്വയറിൻ്റെ ഷേപ്പ് അല്പം വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത്രയേ ഉള്ളൂ. സെഡ് ആക്സിസിലൂടെ ഒരു ഡംബൽ ഷേപ്പ് വരയ്ക്കുക, എന്നിട്ട് ഒരു സർക്കുലാർ ആയിട്ടുള്ള ഒരു സ്ഫിയർ അതിൻ്റെ ചുറ്റും കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ ഡി സെഡ് സ്ക്വയർ. അതിൽ ഡബിൾ ഡംബൽ വരുന്നില്ല. അപ്പോൾ ഇതാണ് 5 ഡി ഓർബിറ്റൽസ്. പേരുകൾ പ്രത്യേകം ഓർക്കണം, വരയ്ക്കാനും പഠിക്കണം. ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ. ഷേപ്പുകൾ ഓർക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യത്തെ 3 അതായത് ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ് നമ്മൾ ആ പറഞ്ഞ ആക്സിസുകളുടെ ഇടയിലൂടെ 2 ഡംബെല്ലുകൾ വരച്ചു കൊടുക്കുന്നു. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൽ എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും മുകളിലൂടെ നമ്മൾ ഡംബെൽസ് വരയ്ക്കുന്നു. ഡി സെഡ് സ്ക്വയർ ആകുമ്പോൾ ഒരു ഡംബൽ ഷേപ്പ് വരയ്ക്കുന്നു, ഒരു സർക്കുലാർ ലൂബ് സെൻറ്ററിൽ കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഡി ഓർബിറ്റൽസിൻ്റെ ഷേപ്പ്. ഇനി അടുത്തത് എഫ് ഓർബിറ്റൽസ് ആണ്. എഫ് ഓർബിറ്റൽസിൻ്റെ പേരും ഷേപ്പും ഒന്നും നമുക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാനില്ല. എന്തായാലും നമുക്ക് അറിയാം 7 തരം എഫ് ഓർബിറ്റൽസ് ഉണ്ട്. അത് മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഷേപ്പ് പഠിക്കേണ്ടത് ഈ എസ് പി ഡി ഓർബിറ്റൽസിന് മാത്രമാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. റൂൾസ് ഫോർ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഓർബിറ്റൽസ്. നമ്മൾ പലതരം ഓർബിറ്റൽസിനെ പരിചയപ്പെട്ടു അല്ലേ. ഇനി ഈ ഓർബിറ്റൽസിലൊക്കെ എങ്ങനെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്തണം അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ നമുക്ക് പ്രധാനമായിട്ടും 3 റൂൾസ് ആണുള്ളത്. ആ റൂൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഓഫ് ബോ പ്രിൻസിപ്പിൾ, സെക്കൻഡ് വൺ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് തേർഡ് വൺ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് റൂളിലേക്ക് കിടക്കാം, ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഓഫ് ബോ എന്ന് പറയുന്നത് ഒരു ജർമ്മൻ വേർഡാണ്. ആ ജർമ്മൻ വേർഡിൻ്റെ അർത്ഥം ബിൽഡപ്പ്. ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പണിതുയർത്തുക. നമ്മളല്ലേ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പണിതെടുക്കുന്നതിനെയാണ് നമ്മൾ ബിൽഡപ്പ് എന്ന് പറയുക. അപ്പോൾ ഈ ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് നോക്കൂ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിങ് എനർജീസ്. അതായത് ഈ ഓർബിറ്റൽസിനെ അവരുടെ ഊർജം വർദ്ധിച്ചു വരുന്ന ഓർഡറിൽ മാത്രമേ ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്താൻ പാടുള്ളൂ. ആ ഒരു ഓർഡറിൽ മാത്രമേ അത് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഏറ്റവും കുറഞ്ഞ എനർജിയുള്ള ഓർബിറ്റൽ ഫില്ല് ചെയ്ത് എന്ന് അത് നിറഞ്ഞതിന് ശേഷം അടുത്ത ഓർബിറ്റൽ, അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ എനർജി കൂടുതൽ, അങ്ങനെ എനർജി വർദ്ധിച്ചു വരുന്ന ഓർഡറിൽ മാത്രമേ നമ്മൾ ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്താൻ പാടുള്ളൂ എന്നാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് orbitals are filled only in the order of their increasing energies. അപ്പോൾ ഈ റൂള് നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഓർബിറ്റൽസിൻ്റെ ഇൻക്രീസിങ് എനർജിയുടെ ഓർഡർ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി 2 സബ് റൂൾസും കൂടി അതിലുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് സബ് റൂള്, ദ വേരിയസ് ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ n+l വാല്യൂ. അതായത് ഓർബിറ്റൽസിനെ n+l വാല്യൂവിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അത് മനസ്സിലാവാൻ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 4s 3d. ഇത് നമുക്ക് കമ്പയർ ചെയ്യാം. ആർക്കാണ് ഇതിൽ എനർജി കുറവുള്ളത്, 4sനാണോ 3dക്കാണോ നോക്കാം. അപ്പോൾ ഈ 4s ഓർബിറ്റൽ ആദ്യം നമുക്ക് എടുക്കൂ.
അതിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 4s എന്ന് പറയുമ്പോൾ n പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n is equal to 4 അല്ലേ? എല്ലിൻ്റെ വാല്യൂവോ s ഓർബിറ്റിലായതുകൊണ്ട് l is equal to 0. അപ്പോൾ n പ്ലസ് എൽ ഇസ് ഈക്വൽ ടു എത്ര വരിക? n 4 ആണ്, l 0 ആണ്. therefore n പ്ലസ് എൽ ഇസ് ഈക്വൽ ടു 4 പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അടുത്തത് നമുക്ക് 3D ഓർബിറ്റൽ നോക്കാം. നമുക്ക് എന്നാല് 3D ഓർബിറ്റലിൽ എന്നിൻ്റെ വാല്യൂ എത്ര വരിക? 3 അല്ലേ? എല്ലിൻ്റെ വാല്യൂവോ ഡി ഓർബിറ്റലാവുമ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്ര വരിക? 2. അപ്പോൾ n പ്ലസ് എൽ ഇസ് ഈക്വൽ ടു എത്ര വരും? 3 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ ലോവർ n പ്ലസ് എൽ വാല്യൂ ആർക്കാണ് വന്നത്? 4s ഓർബിറ്റലിനാണ് അല്ലേ? അതുകൊണ്ട് 4s ഓർബിറ്റലിനാണ് 3D ഓർബിറ്റലിനേക്കാൾ എനർജി കുറവ്. അതാണ് ഈ ഫസ്റ്റ് സബ് റൂൾ പറയുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ ഓർബിറ്റൽസും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ n പ്ലസ് എൽ വാല്യൂ കുറഞ്ഞ ആൾക്കാണ് ഏറ്റവും എനർജി കുറവ്, അതിനേക്കാൾ കൂടിയത് അതിന് മുകളിൽ. അങ്ങനെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറാണ് ഓർബിറ്റൽസിനുള്ളത് എന്നാണ് ഫസ്റ്റ് റൂള് പറയുന്നത്. ഇനി അതിലെ രണ്ടാമത്തെ സബ് റൂൾ എന്താ പറയുന്നത് വെച്ചാൽ, ഇഫ് 2 ഓർബിറ്റൽസ് ഹാവ് ദ സെയിം n പ്ലസ് എൽ വാല്യൂസ്, ദ ഓർബിറ്റൽ വിത്ത് ലോവർ n വാല്യൂ ഈസ് ഫിൽഡ് ഫസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ n പ്ലസ് എൽ വാല്യൂ നോക്കുമ്പോൾ 2 ഓർബിറ്റൽസിന് ഒരേ n പ്ലസ് എൽ വാല്യൂ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യുക? ഏറ്റവും കുറഞ്ഞ n വാല്യൂ ആർക്കാണുള്ളത് അയാൾക്കായിരിക്കും എനർജി കുറവ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സബ് റൂൾ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2 ഓർബിറ്റൽസ് എക്സാമ്പിളായിട്ട് എടുക്കുന്നുണ്ട്. 3p 4s. ഈ രണ്ടെണ്ണത്തിനെയും n പ്ലസ് വാല്യൂ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം 3p ഓർബിറ്റൽ. 3p എന്ന് പറയുമ്പോൾ n is equal to 3, l equal to 1. therefore n പ്ലസ് l is equal to എത്ര വരും? 3 പ്ലസ് 1 equal to 4 അല്ലേ? അടുത്ത ഓർബിറ്റൽ നോക്കൂ, 4s. 4sൻ്റെ n equal to 4 ആണ്, l equal to 0 ആണ്. ഹിയർ ഓൾസോ n പ്ലസ് l is equal to 4 പ്ലസ് 0 ഈക്വൽ ടു 4 അല്ലേ? അപ്പോൾ ഈ ഒരു 2 ഓർബിറ്റൽസ് നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും n പ്ലസ് എൽ വാല്യൂ രണ്ടിൻ്റെയും സെയിം ആണ്, രണ്ടിൻ്റെയും 4 ആണ് വന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാനാണ് രണ്ടാമത്തെ റൂൾ പറഞ്ഞിരിക്കണേ? ഈ രണ്ടിലും ആർക്കാണ് n വാല്യൂ കുറവുള്ളത് അയാൾക്കായിരിക്കും അങ്ങനെയാണെങ്കിൽ ലോവർ എനർജി ഉള്ളത്. അപ്പോൾ ഇവിടെ 4sഉം 3pയും. അപ്പോൾ എനർജി കുറവ് ആർക്കാണ്? n വാല്യൂ കുറവ് ആർക്കാണ്? 3pക്കാണ്. കാരണം n കുറവുള്ളത് 3pക്ക് ആയതുകൊണ്ട് 3p ഓർബിറ്റൽ ഹാസ് ലോവർ എനർജി ദാൻ 4s ഓർബിറ്റൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ ഓർബിറ്റൽസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർദ്ധിച്ചു വരുന്ന ആ ഓർഡറിൽ മാത്രമേ നമ്മൾ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്താൻ പാടുള്ളൂ. ഒരു ലോവർ എനർജി ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് മുഴുവൻ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം അതിനേക്കാൾ തൊട്ട് മുകളിലുള്ള ഓർബിറ്റൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിന് മുകളിലേക്ക് അങ്ങനെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ വേണം നമ്മൾ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ. അപ്പം അങ്ങനെ ഓർബിറ്റൽസിനെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത ഒരു ഓർഡർ ഉണ്ട്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നോക്കൂ, 1s, അതിനേക്കാൾ എനർജി കൂടിയത് 2s, പിന്നെ 2p, 3s, 3p, 4s, 3d, 4p, 5s, 4d, 5p എക്സെട്ര അല്ലേ? അങ്ങനെയാണ് ഓർബിറ്റൽസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ, എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലുള്ള അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും എനർജി കുറവ് ഇതിൽ 1s ഓർബിറ്റലിലാണ്. ഈ 1s ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാതെ അതിന് മുകളിൽ ഒരു ഓർബിറ്റലും നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ ആദ്യം 1s ഫില്ല് ചെയ്യുക, അത് കഴിഞ്ഞ് 2s, പിന്നെ 2p, അങ്ങനെ വേണം നമ്മൾ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഈ ഓർബിറ്റൽസിൻ്റെ ഇങ്ങനെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ നമുക്ക് അറിയണം അല്ലേ? കാണാതെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇലക്ട്രോൺ ഈ കോൺഫിഗറേഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ, ഇലക്ട്രോൺസിനെ ഈ ഓർബിറ്റൽസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഓർഡർ നമ്മൾ ഒന്ന് കാണാതെ പഠിക്കണം. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഒരു ചിത്രം നമ്മളെ സഹായിക്കും, ഈ ഒരു ഓർഡർ പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട്. അപ്പോൾ ഞാൻ നമുക്ക് ആ ചിത്രത്തെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ചിലപ്പോൾ 10th പഠിച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ? ഈ രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. 1s, 2s, 3s അങ്ങനെ താഴേക്ക് എഴുതിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് 2p, 3p, പിന്നെ അപ്പുറത്ത് 3d, 4d, പിന്നെ 4ൻ്റെ നേരെ 4f, 5f അങ്ങനെ താഴേക്ക് എഴുതി പോന്നിട്ടുണ്ട്. ആരോ ഇങ്ങനെ വരുന്ന ഓർഡറിലാണ് എന്ത് ഓർബിറ്റൽസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ അല്ലേ? 1s കഴിഞ്ഞാൽ കണ്ട ആരോ പോയിരിക്കുന്നത്, 1s കഴിഞ്ഞാൽ 2sലേക്ക്, പിന്നെ 2p, 3s, അങ്ങനെയാണ് ഓർബിറ്റൽസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ഏതായിരുന്നു? ഓഫ് ബോ പ്രിൻസിപ്പിൾ ആയിരുന്നു അല്ലേ? ഇനി നമ്മൾ അടുത്ത റൂളിലേക്ക് കിടക്കുകയാണ്, Pauli's exclusion principle. It states that
no two electrons in an atom can have the same set of 4 quantum numbers. അതായത് ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് ഒരിക്കലും ഒരേപോലെ 4 ക്വാണ്ടം നമ്പേഴ്സും വരില്ല. ആ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണമെങ്കിലും എന്തായാലും വ്യത്യാസപ്പെട്ടിരിക്കുമെന്നാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. നമ്മൾ 4 ക്വാണ്ടം നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ 4 പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് 4 വാല്യൂസും വരുന്ന ഒരേപോലെ വരുന്ന 2 ഇലക്ട്രോണുകൾ ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു ക്വാണ്ടം നമ്പറെങ്കിലും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമുക്കിത് വേറൊരു രീതിയിൽ ശരിക്കും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമുക്ക് മനസ്സിലാക്കാം. അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺസേ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണുകൾ മാത്രമേ വരുള്ളൂ എന്നാണ് ഒന്നാമത്തെ കാര്യം നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുകയുള്ളൂ, ഇങ്ങനെ ഒരു ക്വാണ്ടം നമ്പറെങ്കിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഈ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ കാര്യം എങ്ങനെയായിരിക്കും, 2 പേരും ഓപ്പോസിറ്റ് സ്പിന്നിലായിരിക്കും. ഒരാൾ ക്ലോക്ക് വൈസ് സ്പിന്നിലും മറ്റാൾ ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്നിലുമായിരിക്കും രണ്ടാമത്തെ ആൾ. അല്ലാതെ 2 ഒരേപോലത്തെ സ്പിന്നുള്ള ഇലക്ട്രോൺസ് ഒരേ ഓർബിറ്റലിൽ ഒരിക്കലും വരില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പർ സ്പിൻ ക്വാണ്ടം നമ്പർ +½ ആണെങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പർ -½ ആയിരിക്കണം. അതുപോലെ മാത്രമേ ഇലക്ട്രോൺസിനെ ഓർബിറ്റൽസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിൻ ആയിരിക്കും. അപ്പോൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് no two electrons in an atom can have the same set of 4 quantum numbers. ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് ഒരേ സെറ്റ് 4 ക്വാണ്ടം നമ്പേഴ്സ് ഒരിക്കലും വരില്ല. ഒരു ക്വാണ്ടം നമ്പറെങ്കിലും വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം എന്താണ്, ഇങ്ങനെ 4 ക്വാണ്ടം നമ്പേഴ്സും വ്യത്യാസപ്പെട്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. 2ൽ കൂടുതൽ ഇലക്ട്രോൺസ് ഒരിക്കലും ഒരു ഓർബിറ്റലിൽ വരില്ല. പിന്നെ ആ 2 ഇലക്ട്രോൺസും എങ്ങനെയായിരിക്കണം, ഓപ്പോസിറ്റ് സ്പിന്നിലായിരിക്കണം ഉണ്ടാവേണ്ടത് കേട്ടോ. അപ്പോൾ അത് 2 കാര്യങ്ങളാണ് നമ്മൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് അടുത്ത റൂളിലേക്ക് കിടക്കാം. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ദിസ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് the pairing of electrons in degenerate orbitals does not take place until each orbitals are singly occupied. അപ്പോൾ ഈ റൂൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡീജനറേറ്റ് ഓർബിറ്റൽസിൻ്റെ ഫില്ലിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരേ എനർജിയുള്ള ഓർബിറ്റൽസ്. ഒരേ എനർജിയുള്ള ഓർബിറ്റൽസിനെയാണ് നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് വിളിക്കുക. ഓർബിറ്റൽസ് ഹാവിങ് സെയിം എനർജീസ് ആർ കോൾഡ് ഡീജനറേറ്റ് ഓർബിറ്റൽസ്. ആരൊക്കെയാണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നറിയോ? നമ്മുടെ പി ഓർബിറ്റൽസ്. 3 ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞു, PX, PY, PZ അല്ലേ. അത് ഡീജനറേറ്റ് ഓർബിറ്റ്. 3 പി ഓർബിറ്റൽസിനും ഒരേ എനർജിയാണ്. അതുപോലെ ഡി ഓർബിറ്റൽസ് 5 കാറ്റഗറി ഉണ്ട് അല്ലേ. DXY, DXZ, DYZ, DX² - Y², DZ². 5 ഡി ഓർബിറ്റൽസിനും ഒരേ എനർജിയാണ്. അതേപോലെ 7 ടൈപ്പ് എഫ് ഓർബിറ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ PDF ഓർബിറ്റൽസിനൊക്കെയാണ് നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത്തരം ഡീജനറേറ്റ് ഓർബിറ്റൽസ് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നാണ് ഹൺസ് റൂൾ പറഞ്ഞിരിക്കുന്നത്. അത്തരം ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുമ്പോൾ ഓരോ ഓർബിറ്റൽസിനും ഒറ്റയ്ക്ക് ഓരോ ഇലക്ട്രോൺസ് കൊടുത്തതിന് ശേഷം മാത്രമേ അവരിൽ പെയറിംഗ് പോസിബിൾ ആയിട്ടുള്ളൂ. എന്നതിന് ശേഷം മാത്രമേ അവർ ജോഡിയാവുകയുള്ളൂ എന്നാണ് ഹൺസ് റൂൾ പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇവിടെ നോക്കൂ, എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഓർബിറ്റൽസ്. ഏറ്റവും എനർജി കുറഞ്ഞ 1s താഴെ, അതിൻ്റെ മുകളിൽ 2s, അതിൻ്റെ മുകളിൽ 2p. അപ്പോൾ ആദ്യം മാക്സിമം 2 ഇലക്ട്രോണേ ഒരു ഓർബിറ്റലിൽ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം 1sൽ 2 ഇലക്ട്രോൺ കൊടുത്തു, പിന്നെ 2sൽ 2 ഇലക്ട്രോൺ കൊടുത്തു. ഇനി 2 ഇലക്ട്രോണും കൂടി ഉണ്ട്. അപ്പോൾ അത് 2pയിൽ കൊടുക്കണം. ഹൺസ് റൂൾ അനുസരിച്ച് അത് എങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ഒറ്റയ്ക്ക് ആദ്യം 2pxൽ കൊടുത്തു, പിന്നെ 2pyയിൽ കൊടുത്തു. ഇതാണ് ശരിയായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അല്ലാതെ ഈ 2 ഇലക്ട്രോണും ഈ ആദ്യത്തെ 2pxൽ തന്നെ പെയർ ചെയ്ത് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇനി മൂന്നാമതൊരു ഇലക്ട്രോൺ വന്നാൽ അത് എവിടെ വരിക, ഈ 2pzലാണ് വരിക.
ഈ 3 ഇലക്ട്രോൺസ് ഇങ്ങനെ ആദ്യം സിംഗ്ലി ഒക്യുപ്പൈ ചെയ്യണം, 3 ഓർബിറ്റൽസും. അതിനുശേഷം മാത്രമേ ഇനി 4ാമതൊരു ഇലക്ട്രോൺ വന്നാൽ മാത്രമേ എവിടെ വരുള്ളൂ, ഈ 2pxൽ പെയറിങ് നടക്കുകയുള്ളൂ. അപ്പം അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അണ്ടിൽ ഈച്ച് ഓർബിറ്റൽസ് ആർ സിംഗ്ലി ഒക്യുപ്പൈഡ്. അപ്പോൾ ഒരു ആറ്റത്തിൽ ഓർബിറ്റൽസിൽ ഇലക്ട്രോണെ ഫില്ല് ചെയ്യാൻ വേണ്ട റൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 3 റൂൾസ് ഇപ്പോൾ നമ്മൾ കണ്ടു അല്ലേ? ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഈ റൂൾസൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്താം ഓർബിറ്റൽസിൽ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.